അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ മല്ലാ നബിയ്യല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. റബ്ബി ഇശ്റഹ് ലീ സുദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രേം നിറഞ്ഞ ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ ഭൂമുഖത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അന്തിമ വേദഗ്രന്ഥത്തിന് മുമ്പ് ഖുർആൻ തന്നെ പേരെടുത്തു പറഞ്ഞ ചില വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് തൗറാത്തിനെ പോലെ, ഇഞ്ചീലിനെ പോലെ, സബൂറിനെ പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഏടുകൾ എന്നും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വേദഗ്രന്ഥങ്ങൾക്കെല്ലാം പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അന്തിമ വേദഗ്രന്ഥമാണ്. അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒന്നല്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി, ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കുമായിട്ട് അല്ലാഹു തആല അവതരിപ്പിച്ച ദൈവികമായ മാർഗദർശന ഗ്രന്ഥമാണത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ഏറ്റവും ചൊവ്വായ മാർഗമാണ്. ഏതെങ്കിലും വഴികളെക്കുറിച്ചല്ല, ഏതെങ്കിലും ആളുകൾ പറയുന്ന, വിഭാവനം ചെയ്യുന്ന, ഏതെങ്കിലും ആളുകൾ പ്രസംഗിക്കുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചല്ല. പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയുടെ മുമ്പിൽ കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കുന്നത് ശരിയായ മാർഗമാണ്, മനുഷ്യൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ മാർഗം. അതായത് ഈ ജീവിതമെന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ് എന്നും നശിക്കുന്നതാണ് എന്നും ഇതിനു ശേഷം വരാനിരിക്കുന്ന മരണാനന്തര ലോകം, പരലോകം, അതാണ് ഏറ്റവും ശാശ്വതമെന്നും അതാണ് അവശേഷിക്കുന്നത് എന്നും അവിടെയാണ് യഥാർത്ഥ വിജയം നിങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നും ഇസ്ലാം മനുഷ്യരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ പരലോകത്ത് വിജയം നേടിയെടുക്കുക, അവിടെ സച്ചരിതരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച പറുദീസ, പരലോകത്തുള്ള സ്വർഗം, ആ സ്വർഗം നേടുക എന്നതാണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴി ഉറപ്പായിട്ടും ഒരുപാടുണ്ടാകും എന്ന് നമുക്ക് ധാരണയില്ല. കാരണം ശരിയുത്തരം ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ശരിയായ പാത ഒന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി ശരിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല, അത് ഉറപ്പാണ്. എല്ലാം കൂടി എങ്ങനെയാണ് ശരിയിലേക്ക് എത്തുക? ശരിയായ ദിശ, ശരിയായ മാർഗം, ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു വഴി, അത് ഒറ്റൊന്ന് മാത്രമാണ് ശരിയായതുണ്ടാവുക. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പരലോകത്തുള്ള പരമമായ വിജയം, യഥാർത്ഥ വിജയം, അവിടേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ, ആ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ആ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ കൃത്യമായ മാർഗം തന്നെ നിങ്ങൾ അവലംബിച്ചു പോകണം. അപ്പം മനുഷ്യർക്ക് ശരിയായ ദിശാബോധം കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാലോകർക്ക് വേണ്ടി അവതരിപ്പിച്ച് തന്ന ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. പരിശുദ്ധ ഖുർആനിൻ്റെ 17-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കുക, സൂറത്ത് ഇസ്രാ ആണത്. അതിലെ 9-ാമത്തെ വചനം അല്ലാഹു തആല പറയാണ്, ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് വഴി കാണിക്കുന്നത് ഏറ്റവും നല്ല മാർഗത്തിലേക്കാണ്. വക്രതയില്ലാത്ത, വളവുകളില്ലാത്ത, ശരിയായ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ അങ്ങേയറ്റം അധപ്പതിച്ചു പോയിരുന്ന ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ ജാഹിലിയ കാലഘട്ടം, ഇസ്ലാമും ഖുർആനും ആ സമൂഹത്തിലേക്ക് കടന്നു വരും മുമ്പുള്ള സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണമായ, വളരെ സാംസ്കാരികമായിട്ടെല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരുന്ന ഒരു വിഭാഗമാണ്. വിഗ്രഹാരാധനയിലും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസത്തിലും നിഷേധത്തിലും വ്യഭിചാരത്തിലും മദ്യത്തിലും യുദ്ധത്തിലുമെല്ലാം തളച്ചിടപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ.
അവർക്കിടയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി വരുന്നത്. എന്നിട്ടവർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിഭാഗമാക്കി പരിവർത്തിപ്പിക്കുകയാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഈ ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് എന്ന്. അപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ നടത്തിയ പരിവർത്തനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഖുർആനിൻ്റെ തന്നെ ഖുർആൻ നടത്തിയ പരിവർത്തനത്തെക്കുറിച്ച് ധാരാളം ആളുകൾ ചരിത്രത്തെ നേരിൽ നോക്കി കണ്ട് പുസ്തകം എഴുതിയവരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ RVC ബോഡ്ലിയുടെ ഒരു പുസ്തകമാണ് ദ മെസ്സഞ്ചർ ദ ലൈഫ് ഓഫ് മുഹമ്മദ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഖുർആൻ നടത്തിയ പരിവർത്തനത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അറേബ്യയിൽ ആട്ടിടയന്മാരും കച്ചവടക്കാരും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന സാധാരണക്കാരുമായ അറബികളെ പടയാളികളും സാമ്രാജ്യത്വ സ്ഥാപകരുമൊക്കെ ആക്കി തീർത്തത് ഈ ഗ്രന്ഥമാണ് എന്ന്. ദിസ് ബുക്ക് ട്രാൻസ്ഫോംഡ് ദ സിമ്പിൾ ഷെഫേർഡ്സ് മെർച്ചൻസ് ആൻഡ് നൊമാഡ്സ് ഓഫ് അറേബ്യ ഇൻ ടു വാരിയേഴ്സ് ആൻഡ് എംപയർ ബിൽഡേഴ്സ്. അപ്പോൾ ഖുർആൻ തീർത്ത ഒരു പരിവർത്തനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അടിമ ഉടമ ഇങ്ങനെ ഒരു വേർതിരിവ് വിവേചനം അതിശക്തമായ രൂപത്തിൽ അതിൻ്റെ ഏറ്റവും ഉച്ചിയിൽ തന്നെ അതിൻ്റെ പീക്ക് ലെവലിൽ നിലനിന്നിരുന്നൊരു സമയത്താണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അടിമകളെന്ന് പറയുമ്പോൾ അവരെന്തോ ഒരു നാലാംകിട വിഭാഗമാണ് എന്നും അവർക്ക് യാതൊരുവിധ പുരോഗതിയും അല്ലെങ്കിൽ യാതൊരുവിധ അവകാശങ്ങളും സമൂഹത്തിൽ നൽകേണ്ടതില്ല എന്നും സ്ഥാനങ്ങളോ മാനങ്ങളോ പരിഗണനയോ ഒന്നും നൽകേണ്ടതില്ല എന്നും യജമാനന്മാരായ ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എച്ചിൽ തിന്ന് ജീവിക്കേണ്ടവരാണ് അവിടുത്തെ അടിമകൾ എന്നുള്ള രീതിയിലൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ട കാലത്താണ് പരിശുദ്ധ ഖുർആൻ വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ നിറത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ ഗോത്രത്തിൻ്റെ പേരിലോ തമ്മിൽ തല്ലാൻ പാടില്ല, വിവേചനം പാടില്ല. യാ യുഹന്നാസ്, അല്ലയോ പ്രവാചകരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചു. എന്നിട്ട് അവരോട് പറയാണ്, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദ്യ പിതാവായ ആദമിൽ നിന്നാണ്. വ ആദം മിൻ തുറാബ്, ആദമാകട്ടെ നിങ്ങൾ ഈ ചവിട്ടി നടക്കുന്ന, നിങ്ങൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഈ കിടന്നുറങ്ങുന്ന ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ്. നോക്കുക, അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ഒരു മാനവികമായ ഐക്യത്തെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മനുഷ്യർ ഈ ഒരു അവസ്ഥയിലെല്ലാം അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്കിടയിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ധാർമ്മികതയാണെന്ത്? മനുഷ്യരെ ഒന്നായി കാണാൻ പഠിപ്പിച്ചു എന്നുള്ളത്. കറുത്തവർക്ക് ഒരു സ്ഥാനം, വെളുത്തവർക്ക് വേറൊരു സ്ഥാനം, അങ്ങനെയില്ല. ഖുർആൻ പറയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടികളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും വർഗ്ഗങ്ങളൊക്കെ അല്ലാഹു തആല സംവിധാനിച്ച് തന്നത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഭാഷയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഗോത്രത്തിൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഒന്നും നിങ്ങൾക്ക് മഹിമ നടിക്കാനോ പെരുമ നടിക്കാനോ അല്ല. അള്ളാൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൊലി കറുത്തവനോ വെളുത്തവനോ അള്ളാഹു നോക്കൂല. ഏറ്റവും വലിയ ഗോത്രത്തിൽ കുടുംബത്തിൽ ജനിച്ചവൻ താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചവനാണ്, അങ്ങനെ ഒരു നോക്കൽ അള്ളാഹുവിനില്ല. അള്ളാഹു നിങ്ങളിൽ നിന്ന് ആരാണ് എന്നോ അധമൻ ആരാണ് എന്നോ പരിഗണിക്കുന്നത് തഖ്വയുടെ, ധർമ്മനിഷ്ഠയുടെ, ദൈവനിഷ്ഠ, ദൈവബോധം, അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ചിന്തയും ഭയഭക്തിയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇത് ആരിലാണോ കൂടുതലുള്ളത് അയാൾക്ക് അള്ളാൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. ആരാണോ അതില്ലാത്തവർ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അധമരായിരിക്കും. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാർമ്മികത മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്ക് ഏകനായ റബ്ബിനെ മറന്നിട്ട് ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന സത്യം അറിഞ്ഞിട്ടും ആ സ്രഷ്ടാവ് തന്നെയാണ് മഴയും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്നത് എന്ന തിരിച്ചറിവുണ്ടായിട്ടും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോഴേക്ക് ആ അള്ളാഹുവിനെ മറന്ന് തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യർ അധപ്പതിച്ചു പോയൊരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം അവരെ വേട്ടയാടിയാൽ അവരുടെ കയ്യിലുള്ള കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചിട്ട് ആ മരുഭൂമിയിലുള്ള മണൽ ആ വെള്ളം കൊണ്ട് കുഴച്ചുണ്ടാക്കിയിട്ട് ഒരു രൂപമുണ്ടാക്കി അവിടെ വെച്ച് ആ രൂപത്തോട് പ്രാർത്ഥിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഐഡൽ വേർഷിപ്പ് എന്ന് പറയുന്ന, വിഗ്രഹാരാധന എന്ന് പറയുന്ന ബഹുദൈവാരാധനാ സങ്കല്പവും വിശ്വാസവും എത്രത്തോളം അവർക്കിടയിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന്. ഏകദൈവത്തെ മറന്ന് മനുഷ്യനെ സൃഷ്ടിച്ച യഥാർത്ഥ സ്രഷ്ടാവ് അള്ളാഹു, ആ അള്ളാഹുവിനെ മറന്നിട്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് തിരിയുന്ന, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത,
യാതൊരുവിധ ശേഷിയും യാതൊരുവിധ ശക്തിയുമില്ലാത്ത ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിവില്ലാത്ത ഈ ദുർബലമായ ശക്തികളിലേക്ക് തിരിഞ്ഞിട്ട് മനുഷ്യൻ പ്രാർത്ഥിച്ചിരുന്ന, അവരെ ആരാധിച്ചിരുന്ന, അവരിലേക്ക് സമീപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവർക്കിടയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് ഏറ്റവും വലിയ ധർമ്മമായ ഏകദൈവാരാധന പഠിപ്പിച്ചു കൊടുക്കുന്നത്. യാ യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചു ഖുർആൻ. 2-ാം അധ്യായം ബഖറയുടെ 21-22 വചനങ്ങളാണ്. ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയൊക്കെ സൃഷ്ടിച്ച നിങ്ങളുടെ സ്രഷ്ടാവായ അല്ലാഹു ഉണ്ടല്ലോ, ആരാധനായ അല്ലാഹു, നിങ്ങളുടെ പരിപാലകനായ റബ്ബായ അല്ലാഹു, ആ അല്ലാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം കേട്ടോ. ഈ കാണുന്ന ആരാധ്യ വസ്തുക്കളെയൊന്നല്ല ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ രാജാവായ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ. എന്തുകൊണ്ട്? അതിൻ്റെ റാഷണാലിറ്റിയാണ്, ലോജിക്കാണ് അള്ളാഹു താല തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, 22-ാമത്തെ വചനത്തിൽ പറയുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ, വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പൂരിയാക്കി തന്നവൻ, വ അൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്നും മഴവെള്ളം ഇറക്കി തന്നവൻ, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്കൻ ലക്കും, ആ മഴവെള്ളം ഉപയോഗിച്ച് കഴിക്കാനുള്ള കായ്കനികൾ നിങ്ങൾക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ച് തന്നവൻ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ, അതിനാൽ അറിഞ്ഞുകൊണ്ടൊരിക്കലും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ ധാർമ്മികതയാണ്. മനുഷ്യർക്കിടയിൽ യാതൊരുവിധ പ്രയാസവുമില്ലാതെ രക്തം ചിന്താൻ മടിച്ചിരുന്നില്ലാത്ത ഒരു വിഭാഗം ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ഗോത്രവൈരാഗ്യത്തിൻ്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക, കൊള്ള നടത്തുക, കൊലപാതകം നടത്തുക, രക്തം ചിന്തുക, ഇതൊന്നും ഒരു വിഷയമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഓരോ മനുഷ്യ ജീവനും വിലയുണ്ട്, നിലയുണ്ട്, അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയണം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. 5-ാം അധ്യായം മാഇദയുടെ 32-ാമത്തെ വചനമാണ്. നിങ്ങൾ അന്യായമായിട്ട് ഒരാളെ ജീവൻ ഹനിച്ചാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അതിൻ്റെ അപകടം പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും ഒരാൾ കൊന്നാൽ അയാൾക്കുണ്ടാകുന്നൊരു അവസ്ഥ എന്തായിരിക്കും? അയാൾക്കുണ്ടാകുന്നൊരു കുറ്റബോധം എന്തായിരിക്കും? അയാൾക്കുണ്ടാകുന്നൊരു പ്രയാസം എന്തായിരിക്കും? അയാളെ സമൂഹം നോക്കിക്കാണേണ്ടത് ഏത് രൂപത്തിലായിരിക്കും? ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ഒരാളെ കൊന്നാൽ, അന്യായമായിട്ടാണ് ആ കൊലപാതകമെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊന്ന പോലെയാണ്. ഒരാളുടെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ച പോലെയാണ്. അയാൾക്ക് കിട്ടുന്നൊരു സ്ഥാനങ്ങളും മാനങ്ങളും എന്തായിരിക്കും? അപ്പോൾ ഒരാളുടെ ജീവൻ നമ്മൾ രക്ഷിച്ചാൽ മതി. അപ്പോൾ ഇസ്ലാം മനുഷ്യജീവൻ്റെ മഹത്വം, അതിൻ്റെ ഒരു വില അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. യാതൊരുവിധ നിലയും വിലയും മനുഷ്യജീവന് കൽപ്പിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഖുർആൻ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നും പലപ്പോഴും മനുഷ്യനേക്കാൾ പ്രാധാന്യവും മഹത്വവും നാൽക്കാലികൾക്ക് നൽകിപ്പോരുന്ന ഒരു കാലഘട്ടത്തിലൂടെ, സമകാലിക സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നാൽക്കാലിയുടെ പേരിൽ ഇരുകാലിയായ മനുഷ്യൻ്റെ ജീവിതം വാളിലേക്ക് അറുത്തെടുക്കുമ്പോൾ, ഛേദിച്ചെടുക്കുമ്പോൾ, യാതൊരുവിധ നിലയും വിലയും മനുഷ്യജീവന് കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വചനം നമ്മൾ ഓർക്കുക. ഖുർആൻ പഠിപ്പിക്കുകയാണ്, അന്യായമായിട്ട് ഒരാളെയും കൊല്ലരുതെന്ന്. പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ തങ്ങളുടെ മുഖം കറുത്തിരുണ്ടു പോവുകയും അപമാനം സഹിക്കവയ്യാതെ ജീവനോടുകൂടി ആ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഈ ഓരോ കുഞ്ഞും കടന്നു വന്നിട്ട് ചോദിക്കും, എന്തിനാണ് എന്നെ ഈ ഭൂമിയിൽ കൊന്നത്, കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടം വരും, ഒരു സമയം വരും. അതൊരു താക്കീതെന്നോണം ഖുർആൻ അവരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പെൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല, അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാളെയും നിങ്ങൾ കൊല്ലരുത്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മരുന്ന് കുടിച്ചിട്ടൊക്കെ കുട്ടികളെ കൊല്ലുന്നൊരവസ്ഥാവിശേഷം ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധ ഖുർആൻ ഇടപെട്ടിട്ട് പറയാണ്, ഇപ്പോൾ കുട്ടികൾ എത്രയോ മക്കളുണ്ടാകുന്നത് ഭയപ്പെട്ടിട്ട് ആളുകൾ മരുന്ന് കുടിച്ചിട്ട് ഭ്രൂണഹത്യ നടത്തുക. അപ്പോൾ ഈ ഭ്രൂണഹത്യയൊക്കെ നടത്തുന്നൊരു കാലം, അതേപോലെ തന്നെ ഉണ്ടായ മക്കളെ, ജനിച്ച കുട്ടികളെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അതിനെ കൊല്ലുക. ഇതിപ്പോഴും ഭ്രൂണഹത്യയൊക്കെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ്, ലോകക്രമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളൊരിക്കലും ദാരിദ്ര്യം ഭയപ്പെട്ടിട്ടൊന്നും മക്കളെ കൊല്ലാൻ പാടില്ല. നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും
ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 500 ആളുകളെ നമ്മൾ ഒരു സൽക്കാരത്തിനൊരു കല്യാണത്തിന് വിളിച്ചു, എന്നിട്ട് നമ്മൾ 250 ആൾക്കാരെ ഭക്ഷണമാണ് ഉണ്ടാക്കുക? അല്ല, നമ്മൾ 600 ആൾക്കാരെ ഭക്ഷണം ഉണ്ടാക്കും. കുറച്ച് ആളും കൂടി ഏറെ വരികയാണെങ്കിൽ തികയാതെ പോരുതെന്ന് വിചാരിച്ചിട്ട്. ഈ കാണുന്ന മനുഷ്യരെ മുഴുവൻ പടച്ച റബ്ബ് എങ്ങനെയാണ് അവർക്കുള്ള ഉപജീവനം ഇവിടെ തയ്യാറാക്കാതെ വെക്കുക? അള്ളാഹുവാണ് എല്ലാ സൃഷ്ടി ജീവജാലങ്ങളെയും മനുഷ്യരെയൊക്കെ പടച്ചതെങ്കിൽ അവർക്കുള്ള ഉപജീവനം അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അതിവിടെ ഉണ്ട്. പക്ഷേ മനുഷ്യർ അവരുടെ കണക്ക് കൂട്ടുകളിൽ ആ കാര്യത്തിൽ ബേജാറായിട്ട് കുട്ടികളെ കൊല്ലുക. എന്തൊരു പ്രയാസം നിറഞ്ഞ അവസ്ഥയിൽ നോക്കുക. അപ്പോൾ ഖുർആൻ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും, ഖുർആൻ്റെ ധാർമ്മികത വളരെ കിടയറ്റതാണെന്ന് പറയാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു ധാർമ്മികത അത് ഈ പുതിയ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയാണ് എന്നും 21-ാം നൂറ്റാണ്ടിൽ അത് ചേർന്നതല്ല എന്നുള്ള വാദന്യായങ്ങളൊന്നും വില പോകില്ല. ഖുർആൻ പറഞ്ഞൊരു ധാർമ്മികത അധാർമികമാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയൂല, ഉറപ്പാണ് കഴിയൂല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു അധർമ്മം, തിന്മ, അത് ഈ പുതിയ കാലഘട്ടത്തിൽ നന്മയാണെന്ന് തെളിയിക്കാൻ കഴിയൂല. രാജ്യമോ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നേതാക്കന്മാരോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ചില ഏതെങ്കിലും വിഭാഗക്കാരോ ഒക്കെ അതിനെ ധർമ്മമാക്കി ചിത്രീകരിച്ചാലും ഖുർആൻ ഒരു കാര്യം അധർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധർമ്മം തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ രഹസ്യപരസം അറിയുന്ന മനുഷ്യരെ സംവിധാനിച്ച അള്ളാഹുവാണ് മനുഷ്യർക്കിടയിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചത്. ആ മനുഷ്യർക്ക് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനിൽ ഒരു കാര്യം ധർമ്മമാണെന്ന് പറഞ്ഞാൽ, നന്മയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് അധർമ്മമാണെന്ന് സ്ഥാപിക്കാൻ കഴിയൂല, ഉറപ്പാണ്. തിന്മയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് നന്മയാണെന്ന് കൊണ്ടുവരാനും കഴിയൂല. ഖുർആൻ ഒരു കാര്യം നന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിന്മയാക്കി ചിത്രീകരിക്കാനും കഴിയൂല. അപ്പോൾ ഖുർആൻ്റെ ധാർമ്മികത വളരെ കിടയറ്റതാണെന്ന് മനസ്സിലാക്കുക. ആ വേദഗ്രന്ഥത്തെ നമ്മൾ ചേർത്ത് വെക്കുക. ആ ഖുർആനിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട വലിയ ദൗത്യമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.